അധികാരം ചെയ്യാൻ വേണ്ടിയല്ല ഞാനിത് മുഴുവൻ പറഞ്ഞുണ്ടാക്കിയത്, മറിച്ച് അങ്ങയുടെ സുന്ദരമായ ശരീരത്തിനൊരു ചുംബനം നൽകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നബിയേ. എനിക്ക് പുറത്തു തരൂ നബിയേ, എനിക്ക് പുറത്തു തരൂ നബിയേ, എനിക്ക് മാഫ് തരൂ തിരുനബിയേ. അങ്ങനെ ആ സംഭവ ബഹുലമായ വിടവാങ്ങൽ ഹജ്ജിനു ശേഷം അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് മടങ്ങി വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയ സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് സ്വീകരണം നൽകിയ മദീന, ലോകത്തിന്റെ തലസ്ഥാനമേ മദീന, ലോകത്തിന്റെ പൂന്തോട്ടമേ മദീന, ലോകത്തിന്റെ പൂങ്കാവനമേ മദീന, ലോകത്തിന്റെ വിളക്കുമാടമേ മദീന, ലോകത്തിന്റെ പ്രകാശ ഗോപുരമേ മദീന. ഓ മദീന, ലോകത്തിന്റെ തലസ്ഥാനമേ മദീന, ലോകത്തിന്റെ പൂങ്കാവനമേ മദീന, ലോകത്തിന്റെ വിളക്കുമാടമേ മദീന. ഓ മദീന, നീ എത്ര ഭാഗ്യവതിയാണ്, ഓ മദീന നീ എത്ര ഭാഗ്യവതിയാണ്. നിന്റെ മാരണത്തിലാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്നത്, നിന്റെ മാരണത്തിലാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുപാദങ്ങൾ സ്പർശിച്ചത്, നിന്റെ മാരണത്തിലൂടെയാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് നടന്നു പോയത്. നിനക്ക് പകരം വെക്കാനുള്ള മറ്റൊരു മദീന ഈ ലോകത്തില്ലല്ലോ. നിന്റെ സൗഭാഗ്യത്തെ മറികടക്കുന്ന ഒരു കുന്ത്രാണ്ടവും ഈ ലോകം കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതാണ് ഒരു കവി പാടിയതെന്റെ പ്രിയപ്പെട്ടവരെ. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മെഹബൂബിൻ തിരുപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗളത്തുൽ ഫിർദൗസിലെ ചേറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ. അതാണ് പ്രിയപ്പെട്ട മദീന. അള്ളാഹുവിന്റെ ഹബീബ് തന്റെ വഫാത്തിന്റെ അവസാന ദിവസങ്ങൾ ചിലവഴിച്ച പുണ്യമായ നാട്, അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ നാട്. ആ മദീനയിലെത്തിയ ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ശക്തമായ രോഗത്തിന്റെ പിടിയിലമരുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്നും വിട പറയാനുള്ള ഒരുക്കത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾക്ക് നാൾക്കുനാൾ ദുഃഖവും പ്രയാസവും അധികരിച്ചു വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്നും വിട പറയുകയോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു വാർത്തയായിരുന്നു അത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പൂമുഖം കാണാൻ കഴിയാത്ത ഈ ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരു സാന്നിധ്യമില്ലാത്ത മദീനയിൽ ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? സഹാബാക്കൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനിക്ക് രോഗം അനുദിനം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പനിയും തലവേദനയും അനുഭവപ്പെട്ട പ്രവാചകർ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ ശീലമുക്കി നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, വാറഹ്സാ വാറഹ്സാ. എന്തൊരു ശക്തമായ തലവേദനയാ, എന്തൊരു ശക്തമായ തലവേദനയാണ്. രോഗങ്ങൾ ശിഫയാക്കുന്ന രാജാതിരാജനായ തമ്പുരാനെ, രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ശാഫിയായ റബ്ബേ, എന്റെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ, എന്റെ രോഗത്തിന് നീ ശമനം നൽകണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 63 വർഷം തികഞ്ഞ ആ റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ ഹബീബ് ശക്തമായ രോഗത്തിനും ക്ഷീണത്തിനും അടിമപ്പെടുകയാണ്. നിസ്കരിക്കാൻ കഴിയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ വിളിച്ചു തന്റെ പ്രിയ പത്നി മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആയിഷ, നിന്റെ പിതാവ് അബൂബക്കറിനെ വിളിക്കുമോളെ ആയിഷ. എന്തിനാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലെ എന്റെ പിതാവിനെ വിളിച്ചു വരുത്തുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്നില്ല. നിസ്കാരത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ വളരെ വിഷമത്തോടുകൂടി വളരെ സങ്കടത്തോടുകൂടി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്
എന്റെ പിതാവ് ഒരു പാവപ്പെട്ട മനുഷ്യനാ, എന്റെ പിതാവ് ഒരു പാവപ്പെട്ട മനുഷ്യനാ. ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്റെ പ്രിയപ്പെട്ട പിതാവിന് കഴിയൂല നബിയേ. തിരുനബിയുടെ പകരക്കാരനായി മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട പിതാവിന് കഴിയൂല നബിയേ. അദ്ദേഹം ഒരു ലോലഹൃദയനാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് നിസ്കാരം നിർവഹിക്കാൻ കഴിയൂല നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയൂല നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, വിളിക്കൂ എന്റെ അബൂബക്കറിനെ. ഹബീബ് പറയുകയാണ്, വിളിക്കെന്റെ അബൂബക്കറിനെ, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ. അങ്ങനെ മനസ്സോടുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനയെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അംഗീകരിക്കുകയാണ്. തിരുനബിയുടെ പകരക്കാരനായി മദീന പള്ളിയിലെ മിഹ്റാബിലേക്ക് കയറുകയാണ്. ആ മിഹ്റാബിൽ എണീറ്റ് നിന്നതോടുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊട്ടി കരയുകയാണ്. ഇത് കണ്ടറിഞ്ഞ സ്വഹാബാക്കൾക്കും സഹിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് രോഗബാധിതനാവുകയാണോ? അബൂബക്കർ സിദ്ദീഖിനെ തന്റെ സ്ഥാനം ഏൽപ്പിക്കുകയാണോ? ഇനി ഒരിക്കൽ പോലും ആ ഹബീബിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? സ്വഹാബാക്കൾ കൂട്ടത്തോട് പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. സ്വഹാബാക്കൾക്ക് സങ്കടം തീരെ അടക്കാൻ കഴിയുന്നില്ല. എന്തുമാത്രം ദുഃഖം നിറഞ്ഞൊരു സന്ദർഭമായിരിക്കും അത്. ലോകത്ത് മുഴുവൻ പ്രകാശം ചൊരിഞ്ഞ ആ വിളക്ക് കെട്ടുപോവുകയാണ്. സഹിക്കാൻ കഴിയുമോ സ്വഹാബാക്കൾക്ക്? സഹിക്കാൻ കഴിയുമോ സ്വഹാബികൾക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരു സാന്നിധ്യമില്ലാത്ത മദീനയിൽ ഇനി അവർക്ക് നിൽക്കാൻ സാധിക്കുമോ? സ്വഹാബാക്കൾക്കെല്ലാം വല്ലാത്ത ബേജാറാണ്, വല്ലാത്ത വിഷമമാണ്. അങ്ങനെ അതാ വളരെ സങ്കടത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ മദീന പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലതാ ആരംഭപ്പൂവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ പൂമുഖമതാ മസ്ജിദുൻ നബവിയുടെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഹബീബിന്റെ സുന്ദരമായ പൂമുഖം കണ്ടതോടുകൂടി സ്വഹാബാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ ദുഃഖവും മാഞ്ഞു പോവുകയാ, മുഴുവൻ പ്രയാസങ്ങളും മറഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബദാ രണ്ട് സ്വഹാബാക്കളുടെ തോളിൽ അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. പലരും സന്തോഷത്താൽ മതിമറന്നു പോയി. തങ്ങളുടെ നിസ്കാരം ബാത്തിലായി പോകുമോ എന്നും ചിലർ ഭയന്നു. ഇത്രയും സ്നേഹമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾക്ക്. എന്തൊരു സ്നേഹല്ലേ, എന്തൊരു സ്നേഹമാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾക്ക്. ലോകത്തൊരു നേതാവിനും അനുയായികൾ നൽകാത്ത സ്നേഹമാ, ലോകത്തൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ നൽകാത്ത സ്നേഹമാ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സ്വഹാബികൾ, ആ ഹബീബിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച സ്വഹാബികള്, നൂറുകണക്കിന് അമ്പുകൾ ഏറ്റുവാങ്ങിയ സ്വഹാബികള്, നൂറുകണക്കിന് വെട്ടുകൾ ഏറ്റുവാങ്ങിയ സ്വഹാബികൾ, അവർക്കെങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനെ സഹിക്കാൻ കഴിയുക? ഇല്ല, ഒരിക്കലുമില്ല. അവർക്കതിനൊരിക്കലും സാധിക്കുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. ഹിജ്റയുടെ 10-ാം വർഷം റബീഉൽ അവ്വൽ 12-ന്റെ സുബ്ഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ സുബ്ഹി, വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ നടന്ന സുബ്ഹി, ലോകമൊരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സുബ്ഹി. ആ സുബ്ഹിയും കഴിഞ്ഞുകൊണ്ടതാ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ വിശ്രമിക്കുകയാണ്. പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും കൂടെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പൊന്നുപ്പയുടെ വിധിയോർത്ത് വിലപിക്കുകയാണ്, ലോകത്തിന്റെ ദുരന്തമോർത്തുകൊണ്ട് കണ്ണീരൊളിപ്പിക്കുകയാണ് മഹദി ഫാത്തിമ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും ദുഃഖം താങ്ങാനാവാതെ തളർന്നിരിക്കുകയാണ്. ആ സമയത്തതാ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കരളിന്റെ കഷ്ണമായ തന്റെ കിബിദത്തും മിന്നി ഫാത്തിമ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പൊന്നുമോളെ ഫാത്തിമ,
നിന്റെ പൊന്നുപ്പ ഈ ലോകത്തു നിന്നും വിട പറയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. വീണ്ടും അതാ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വിഷമിക്കരുത് എന്റെ പൊന്നുമോളെ, സങ്കടപ്പെട്ട് കരയരുത് എന്റെ പൊന്നുമോളെ ഫാത്തിമ. എന്റെ മരണത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ നിന്നും ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കും എന്റെ പൊന്നുമോളെ ഫാത്തിമ. സ്വർഗത്തിലെ ഹൂറികളുടെ നേതാവ് നീയായിരിക്കും എന്റെ കരളിന്റെ കഷ്ണമേ ഫാത്തിമ. ഇതങ്ങ് കേട്ടപ്പോ പാൽനിലാവ് പോലെ പുഞ്ചിരി തൂകുന്ന മുഖമതാ സന്തോഷം കൊണ്ട് നിറയുകയാണ്. പാൽനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി ഏറിടും ഹൂറി പോമകൾ ഫാത്തിമ. അങ്ങനെ ഇരിക്കേതാ വാതിലിൽ ഒരു മുട്ടി കേൾക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നുകൊണ്ട് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നപ്പോ ഒരു അപരിചിതനായ മനുഷ്യൻ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങേ കാണാൻ വേണ്ടി ഒരു അപരിചിതനായ മനുഷ്യൻ എത്തിയിട്ടുണ്ട് നബിയേ, അദ്ദേഹത്തെ ഞാൻ അകത്തേക്ക് പ്രവേശിപ്പിക്കട്ടെയോ ഹബീബേ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബ് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ അതാ ആ മനുഷ്യൻ അകത്തേക്ക് കടന്നു വരുന്നു. അതാരാണെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് അസ്റായീൽ. അതേ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും റൂഹ് പിടിക്കാൻ വേണ്ടി രാജാതിരാജനായ പടച്ച തമ്പുരാൻ നിയോഗിച്ച ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് വളരെ സ്നേഹത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം അവിടുന്ന് വാടിയിരിക്കുന്നത് കണ്ടപ്പോ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല, ദുരന്തം താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വന്ന വിശേഷം വളരെ സ്നേഹത്തോടു കൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, നബിയേ അങ്ങയുടെ രോഗസന്ദർശനത്തിന് വേണ്ടി രാജാതിരാജനായ പടച്ച തമ്പുരാൻ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതോടൊപ്പം തന്നെ അങ്ങയോടൊരു കാര്യം ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനുമാണ് ആ മേലെയുള്ളവന്റെ കൽപ്പന എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഉണ്ട് അസ്റായീൽ, എനിക്ക് പൂർണ്ണ സമ്മതമാണ് അസ്റായീൽ. രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിലെത്താൻ എനിക്കുന്നു അസ്റായീൽ. രാജാതിരാജനായ പടച്ച തമ്പുരാനെ കാണാൻ എനിക്ക് അതിലുമേറെ ആഗ്രഹമാകുന്നു അസ്റായീൽ. അവൻ എനിക്ക് വാഗ്ദാനം ചെയ്തു തന്ന ആ സ്വർഗീയ ആരാമത്തിലെത്താൻ എനിക്കതിലും കൂടുതൽ ആഗ്രഹമാകുന്നു അസ്റായീൽ. മരിക്കാൻ എനിക്ക് 100 വട്ടം സമ്മതമാണ് അസ്റായീൽ എന്ന് പറയുന്ന സമയത്തതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിൽ നിന്നും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുകയാണ്. മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കാൻ കഴിയാത്ത മരണവേദനയില് അല്ലാഹുവിന്റെ ഹബീബ് തൊട്ടടുത്തുള്ള പാത്രത്തിലെ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്നലിൽ മൗതി ലസകറാത്ത്. തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, ഇബ്ലീസിന്റെ അടിമയായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യ, തന്നിഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സഹോദര, താന്തോന്നിയായിക്കൊണ്ട് ജീവിക്കുന്ന സഹോദര, ഓർത്തു നോക്കൂ, ഓർത്തു നോക്കൂ. ലോകത്തിന്റെ നായകൻ മിഅ്റാജ് രാവിലെ രാജകുമാരൻ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കണം. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നും അനുഗ്രഹീതമായ റൂഹ് പിരിഞ്ഞു പോയപ്പോ എന്തൊക്കെ അത്ഭുത സംഭവങ്ങളാണ് ഉണ്ടായതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മളൊക്കെ എന്തുമാത്രം തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ എന്തുമാത്രം തെറ്റാണ് ഒരു ദിവസം
ദിവസവും ഓരോ സെക്കൻഡിലും നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ആരംഭപ്പൂവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയാത്ത മരണവേദനയാണ് അനുഭവപ്പെട്ടതെങ്കിൽ നിരന്തരം തെറ്റുകൾ ചെയ്യുന്ന ഓരോ സെക്കൻഡിലും തെറ്റുകൾ ചെയ്യുന്ന നമ്മുടെ മരണവേദന നാം എന്തുമാത്രം കഠിനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കൈ മുഴുവനും വെട്ടി ചുളുങ്ങിയതായ നിലയിൽ, ഉണങ്ങിയതായ നിലയിൽ ഒരു പെണ്ണിങ്ങനെ വരികയാണ്. ആയിഷ ബീവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് ആയിഷ ചോദിച്ചു, ആയിഷ ബീവി ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ നിന്റെ കൈയിന്? നിന്റെ കൈയിന് എന്താണ് പറ്റിയത്? നിന്റെ കൈ മുഴുവൻ ഉരുകിപ്പോയിരിക്കുകയാണ്, എന്താണ് നിന്റെ കൈയിന് പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറയുകയാണ്, ഇതിന്റെ കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ അബീ കാന റജുലൻ സംഹാ, എന്റെ പിതാവ് വളരെ ദാനശീലനായ ഒരു വ്യക്തിയായിരുന്നു, വലിയ ധർമ്മിഷ്ഠനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മരണപ്പെട്ടു പോയി. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പയെ സ്വപ്നത്തിൽ കണ്ടു. എന്റെ പ്രിയപ്പെട്ട ബാപ്പ ഒരു ജലാശയത്തിന് ചുവട്ടിലാണ്. എന്റെ ബാപ്പയുടെ കൂടെ ധാരാളം ആളുകൾ അതിൽ നിന്നും വെള്ളം കുടിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി എന്റെ ബാപ്പയും അവിടെ ചുറ്റും കൂടി എല്ലാവരും ആ ജലാശയത്തിൽ നിന്നും വെള്ളം കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഐന ഉമ്മീ യാ അബീ, ഞാൻ ചോദിച്ചു, എന്റെ ഉമ്മയെ കാണാനില്ലല്ലോ, എന്റെ ഉമ്മ എവിടെ പോയി? എന്റെ ഉമ്മയെ കാണാനില്ലല്ലോ, എന്റെ ഉമ്മ എവിടെയാണ് പോയത്? ആ സമയത്ത് ബാബ പറഞ്ഞു, ദാ അങ്ങോട്ട് നോക്കൂ എന്റെ പൊന്നുമോളെ, അതാ നിന്റെ ഉമ്മ അവിടെ ഇരിക്കുന്നു. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് നോക്കിയപ്പോ എന്റെ ഉമ്മയെ എനിക്ക് കണ്ടത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്റെ ഉമ്മ ഇരിക്കുന്നത് വളരെ ക്ഷീണിതയായിട്ടാണ്, അവശയായിട്ടാണ്. ഒരു ചെറിയ തുണിക്കഷണത്തിന്റെ മേലിലാണ് എന്റെ ഉമ്മ ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ബാപ്പയോട് ചോദിച്ചു, ബാപ്പാ, എന്റെ ഉമ്മാക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? എന്റെ ഉമ്മാക്ക് ഈ ഗതികേട് വരാനുള്ള കാരണം എന്താ? ആ സമയത്ത് ബാപ്പ എന്നോട് പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് ഒരാൾക്ക് പോലും ഒരു നയാ പൈസ പോലും കൊടുക്കൂലല്ലോ. നിന്റെ ഉമ്മ ഒരാൾക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കൂല. പണ്ട് ഏതോ ഒരു അസുലഭ സന്ദർഭത്തില് നിന്റെ ഉമ്മ ഏതോ ഒരു മനുഷ്യനൊരു തുണി ദാനമായി കൊടുത്തിട്ടുണ്ട്. അതാണ് നിനക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ നിനക്ക് കാണാമല്ലോ നിന്റെ ഉമ്മാന്റെ ശരീരമാസകലം എണ്ണ പറ്റി പിടിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയുമോ? അന്ന് നമ്മുടെ വീട്ടിനകത്തൊരു ആടിനെ അറുത്തപ്പോ ആ ആടിന്റെ നെയ്യ് നമ്മുടെ ഉമ്മ, നമ്മുടെ മാതാവ്, നിന്റെ ഉമ്മയുണ്ടല്ലോ, അത് മറ്റാർക്കോ സദക്കയായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായിട്ടാണ് നിന്റെ ഉമ്മയുടെ ശരീരമാസകലം എണ്ണ പറ്റി പിടിച്ചിരിക്കുന്നത്. അതല്ലാതെ വേറൊന്നും നിന്റെ ഉമ്മ കൊടുത്തിട്ടില്ല. ദുനിയാവിൽ എത്ര വർഷമാണ് നമ്മൾ ജീവിക്കുന്നത്? ദുനിയാവിൽ എത്ര കൊല്ലമാണ് നമ്മൾ ജീവിക്കുന്നത്? എന്നിട്ടും ഈ മാതാവ് കൊടുത്തത് ഒരേ ഒരു തുണിക്കഷണം മാത്രമാണ്, ഒരേ ഒരു തുണിക്കഷണം മാത്രമാണ്. ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്, ഉമ്മാക്ക് ഭയങ്കര ദാഹമാണ്. ഉമ്മ പറയുന്നുണ്ട്, സദഖ ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു ഭാര്യ, ഭർത്താവ് സദഖ കൊടുക്കുന്ന ആളാണ്, പക്ഷേ ഭാര്യ സമ്മതിക്കൂല. ദുനിയാവിൽ 10-60 വർഷം ജീവിച്ചിട്ടും ആകെ സദഖ ചെയ്തത് ഒരു തുണിക്കഷ്ണം മാത്രമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള പിഷ്കന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. സത്യത്തിൽ ഈ പിഷ്കന്മാരെ കാണുന്നതിന്റെ ദേഷ്യമാണ്. അതാണ് ഈ പിഷ്കിന്റെ അവസ്ഥ. അങ്ങനെ എന്റെ ഉമ്മ ദാഹജലത്തിന് വേണ്ടി ഇങ്ങനെ കേടുകയാണ്, കരയുകയാണ്. ഞാൻ ആ സമയത്ത് ഒരു കോപ്പയിൽ വെള്ളമെടുത്തുകൊണ്ട് എന്റെ ഉമ്മാക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവിടുത്തെ ആളുകൾ എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, പൊന്നുമോളെ, നീ ആ സ്ത്രീക്ക് വെള്ളം കൊടുക്കാൻ പറ്റൂല, നീ ആ സ്ത്രീക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അഥവാ നീ എങ്ങാനും ആ പെണ്ണിന് വെള്ളം കൊടുത്തു പോയാ നിന്റെ കൈയെല്ലാം മരവിച്ചു പോകുമല്ലോ, നിന്റെ കൈയെല്ലാം ഉണങ്ങിപ്പോകുമല്ലോ. ഞാനതൊന്നും ചെവികൊള്ളാതെ, ഞാനതൊന്നും കാര്യമാകാതെ എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വിഷമം അറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ വെള്ളം കൊടുത്തു. ഞാനിത് കണ്ടത് സ്വപ്നത്തിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോ എന്റെ കൈയെല്ലാം ഉരുകിപ്പോയിരിക്കുകയാണ്, എന്റെ കൈയെല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അങ്ങനെയാണ് എന്റെ കൈയെല്ലാം ഉരുകിപ്പോയത്. ഞാൻ സ്വപ്നത്തിലായിരുന്നു സംഭവമെല്ലാം കണ്ടത്, പക്ഷെ സംഭവിച്ചത് ഭൗതിക ലോകത്താണ്. ഞാൻ കണ്ടത് സ്വപ്നത്തിലായിരുന്നു, പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും
തൊട്ടപ്പോഴേക്കും എന്റെ കൈയെല്ലാം ഉരുകിപ്പോയി എന്ന് ആയിഷ ബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു പെണ്ണ് പറഞ്ഞപ്പോ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് സദഖ എന്ന് പറയുന്നത്. നമ്മൾ സംഭാവന ചെയ്യണം. അതും പ്രത്യേകിച്ച് നമ്മൾ സഹായിക്കുന്നത് ഖുർആനിന് വേണ്ടിയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനമാണ്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. അതുപോലെ തന്നെയാണ് അഷ്റഫുൽ ഖൽഖിന്റെ ചരിത്രവും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു പാവപ്പെട്ട ഫക്കീറ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല, എനിക്ക് ധരിക്കാൻ വസ്ത്രമില്ല, എനിക്ക് കഴിക്കാനും ഭക്ഷണമില്ല. ഇതിനെ ഒന്ന് പരിഹരിച്ചു തരണം, ഇതിനെ ഒന്ന് പരിഹരിച്ചു തരണം. അവശന്മാർ, ആർദ്രന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടമാരറിയാൻ. പുന്നാര നബി തങ്ങളുടെ മുമ്പിൽ എല്ലാവരും ഇങ്ങനെ വരും, എല്ലാവരും വരും. മറ്റു മതത്തിൽപ്പെട്ടവര് എന്നല്ല, ബിംബാരാധനയിൽ മുഴുകിയിരിക്കുന്നവർ പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് സഹായം തേടി എത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു പാവപ്പെട്ട ഫക്കീറായ മനുഷ്യനാ. ഇദ്ദേഹം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബിയെ, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാനും വസ്ത്രവുമില്ല. അങ്ങയുടെ അടുത്ത് ഒരുപാട് സ്വഹാബത്തുണ്ടല്ലോ, അവരെ പറഞ്ഞു വിട്ടിട്ട് ഇതിനെ ഒന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്വഹാബത്തിനോടും ചോദിച്ചപ്പോ അവരെല്ലാവരും കൈമലർത്തിക്കൊണ്ട് പറയുകയാണ്, നബിയെ, യാ റസൂലല്ലാഹ്, ഇദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രം പറ്റിയ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഇദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രം പാകമായ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലെ സ്വഹാബാക്കൾ കൈമലർത്തിയപ്പോ ആ പ്രിയപ്പെട്ടവനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ, നീ ചെല്ലുക, എന്റെ ഫാത്തിമാന്റെ വീട്ടിലേക്ക് നീ ചെല്ലുക. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നന്ദിയുള്ളവളാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. ഖുർആൻ പറഞ്ഞില്ലേ നമ്മളെ കുറിച്ച്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എല്ലാം വാങ്ങി വെക്കാനല്ലാതെ, എല്ലാം ഉണ്ടാക്കി വെക്കാനല്ലാതെ പടച്ച റബ്ബിന് നന്ദി കാണിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവൻ തന്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവനാണെന്ന് ഖുർആൻ പറയുമ്പോ ഈ ഫക്കീറായ മനുഷ്യൻ ചെല്ലുകയാണ് നന്ദിയുള്ള ഫാത്തിമാന്റെ അടുത്തേക്ക്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ വീടിന്റെ കവാടത്തിൽ പോയി മുട്ടുമ്പോ അകത്ത ദാരിദ്ര്യം ആരറിയാനാണ് പെങ്ങളെ. അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിതം തള്ളി നീക്കുന്ന ആ വീടിനകത്ത് ഫാത്തിമ ബീവി എന്തെടുത്തു കൊടുക്കാനാണ്? നമ്മുടെ വീടിനകത്ത് മോളെ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന, നമ്മുടെ വീടിനകത്ത് വീട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന, ക്യാൻസറാണ് ആരോഗ്യ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന, നമ്മുടെ പോക്കറ്റിലുള്ള ഏറ്റവും ചെറിയൊരു നോട്ടെടുത്തു കൊടുത്തല്ലേ നമ്മളവരെ സഹായിക്കുന്നത്. എങ്ങനെയാണ് മനസ്സ് വരുന്നത് മുസ്ലിമേ? എങ്ങനെയാണ് നിന്റെ മനസ്സ് കൊതിക്കുന്നത്? വെള്ളിയാഴ്ച തോറും പള്ളികളിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ പള്ളിയുടെ മൈതാനിയിൽ നിറഞ്ഞു നിൽക്കുന്ന, കൈനീട്ടി യാചിക്കുന്ന പാവപ്പെട്ടവരുടെ മുന്നിലൂടെ കർച്ചീഫ് വിരിച്ചിരിക്കുന്ന, കൈയില്ലാത്ത കാലില്ലാത്ത ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോയ പാവപ്പെട്ടവരുടെ മുന്നിലൂടെ അഹങ്കാരത്തോടു കൂടി നടന്നു പോകാനല്ലാതെ അങ്ങനെ ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തന്നാലോ, അങ്ങനെ ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തന്നാലോ ശംഖ് പൊട്ടിപ്പോലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് വസ്ത്രം വാങ്ങാൻ മറ്റൊരാളുടെ പള്ളിക്ക് മുന്നില് ഷാള് വിരിച്ചിട്ട് പിരിവിന്നിരിക്കുന്ന അവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗത്തൊന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. എത്ര രോഗങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര രോഗികളെയാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാ. നമ്മളെപ്പോഴും ദുആ ചെയ്യണം. ഇതൊരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാണ്. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടി ആമീൻ പറയുമ്പോ അതിന് രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ അടുക്കൽ അൽഹംദുലില്ലാഹ് പരിഗണനയുണ്ടല്ലോ. ഈ ഫക്കീറായ മനുഷ്യൻ ചെല്ലുകയാണ് നന്ദിയുള്ള ഫാത്തിമാന്റെ അടുത്തേക്ക്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചെറ്റക്കുടിലിന്റെ കവാടത്തിൽ പോയി മുട്ടുമ്പോ
അകത്ത കഷ്ടപ്പാട് പാവപ്പെട്ടവൻ അറിയുന്നില്ല, അകത്ത സങ്കടവും കണ്ണീരും സാധുവായ കൂട്ടുകാരൻ അറിയുന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറന്നപ്പോ ആ ഫക്കീറായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ വന്നത് വലിയ പ്രതീക്ഷയിലാണ് ഫാത്തിമ. ഈ മരം കോച്ചുന്ന തണുപ്പില് എന്റെ ശരീരത്തെ സംരക്ഷിക്കാൻ എനിക്കൊരു വസ്ത്രമില്ല ഫാത്തിമ, എനിക്ക് കഴിക്കാനോ ഭക്ഷണമില്ല ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി യാചിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സങ്ങ് തകർന്നു പോവുകയാ. ഫാത്തിമ ബീവിയുടെ മനസ്സങ്ങ് തകർന്നു പോയി. പടച്ച റബ്ബേ, ഞാൻ എന്ത് കൊടുക്കാനാണ്, ഞാൻ എന്ത് കൊടുക്കാനാണ്? നബി മകൾ ഹൂറി ഫാത്തിമ ബീവി മനമങ്ങ് പിടഞ്ഞാനേ, ഉള്ളം സ്വതക്കയിലായി മനദുഃഖം തേടി ഫാത്തിമ കരഞ്ഞാനേ. അഹ്മദിൻ കരള് മുഹമ്മദിൻ ഉടല് വെറും കയ്യാൽ വിളിച്ചാനേ, ഉള്ളം സ്വതക്കയിലായി മനദുഃഖം തേടി ഫാത്തിമ നിന്നാനേ. ഫാത്തിമ ബീവി അകത്തേക്ക് ചെല്ലുകയാണ്. ആകെയുള്ളതൊരു പുതപ്പാട്, ഒരു സീറ്റാണ്. തന്റെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്ന അരുമമക്കള് മൂടി പുതച്ചുറങ്ങുന്ന ആ പുതപ്പെടുത്തുകൊണ്ട് ആ ഫക്കീറായ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ അയാൾക്ക് വല്ലാത്ത സന്തോഷമായി. അയാൾ ആ വസ്ത്രം വാങ്ങി വെച്ചിട്ട് പറയുന്നു, സന്തോഷമായി ഫാത്തിമ, എനിക്ക് സന്തോഷമായി ഫാത്തിമ, ധരിക്കാൻ എനിക്ക് വസ്ത്രമായി ഫാത്തിമ, പക്ഷേ ഭക്ഷണമില്ലല്ലോ, എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ, വിശക്കുന്നല്ലോ ഫാത്തിമ, തളരുന്നല്ലോ ഫാത്തിമ, നിവൃത്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവിക്ക് പെട്ടെന്നെന്തോ ഓർമ്മ വരികയാണ്. ഓടി അകത്തേക്ക് ചെല്ലുകയാ, ഒരു ചെറിയ പെട്ടി എടുത്തു വെക്കുകയാ. ആ പെട്ടിക്കകത്തതാ മനോഹരമായ ഒരു മുത്തുമാല, ആ നാട്ടിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു മുത്തുമാല. ആ മുത്തുമാല എടുത്തുകൊണ്ട് തന്റെ കൈകളിലേക്ക് വെക്കുകയാണ്. തന്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് നേരം പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് ആ മാല എടുത്തുകൊണ്ടുവന്ന് ആ ഫക്കീറായ മനുഷ്യന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ അയാളാ മാല എടുത്തുകൊണ്ട് സന്തോഷിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി പറയുകയാണ്, ഇത് വിറ്റിട്ട്, ഇത് കച്ചവടം നടത്തിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു വിടുമ്പോ അയാളതാ നേരെ പോവുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാ, ലോകത്തിന്റെ